ഹായ് കൂട്ടുകാരെ, പച്ചച്ചക്ക കൊണ്ട് നമ്മൾ കൂട്ടാണ്ടാക്കി, മൂത്ത ചക്ക കൊണ്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കി, പഴുത്ത ചക്ക കൊണ്ട് അടയുണ്ടാക്കി. ഇനി ആ ചക്കക്കുരു ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ട, അത് വെറുതെ വിട്ടാൽ സങ്കടപ്പെടില്ലേ. അതുകൊണ്ട് നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കി വെക്കാം. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. നമുക്ക് ഈ ചക്കക്കുരു ഇനിയേ നിലക്കടല വറക്കണത് പോലെ വറുത്തെടുക്കാം. അടുപ്പത്തിട്ട് ചുട്ട പാതി കരിയും പാതി കിട്ടും, അപ്പൊ അത് രസം ഉണ്ടാവില്ല. അപ്പൊ ഇത് വറുത്തെടുത്താലോ എല്ലാ കുരുവും ഒരേ വേവില് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. നമുക്ക് ഇനി ഇത് വറുക്കാം. ഉപ്പിലാണ് വറുക്കണത് കേട്ടോ. ഇത് മതി. ഈ ഉപ്പിന്റെ കളർ മാറിയതേ ഞങ്ങൾ ഈ ഇടയ്ക്ക് കടല വറുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് മാറിയിരിക്കുന്നത് കേട്ടോ. ഉപ്പ് മണല് പോലെ ചൂടായിട്ടാ. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചക്കക്കുരു വറുക്കുമ്പോഴേ ചക്കക്കുരു പൊട്ടിത്തെറിക്കും. ദൂരത്ത് നിന്ന് ഇളക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ചുരുങ്ങിയിരുന്ന തോലൊക്കെ നിമിർന്നു വന്നു. ഇത് നമുക്കിനി ഇങ്ങനത്തെ ഒരു ഓട്ടമുള്ള കയ്യിൽ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാം. അതിന്റെ ഉപ്പൊക്കെ പോയിട്ടാ വരുന്നത് കേട്ടോ. കണ്ടില്ലേ? നമുക്കിനി ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് കുരുവാക്കി എടുക്കാം. ഇതിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതാക്കിയാ മതിയേ, അപ്പൊ തോല് ശരിക്കും ഇളകി പോരും. കണ്ടോ? ഇത് കണ്ടാ എന്ത് നല്ല പൊടിയുണ്ട് കണ്ടോ. ഈ ചക്കക്കുരു ഒക്കെ പൊളിക്കല് കഴിഞ്ഞ് തോല് കളയല് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല ചൂടാ. ചക്കക്കുരു ഒന്ന് ചൂടാറി. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ടേ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം. ചക്കക്കുരു പൊടിപ്പിച്ച് കൊണ്ടുവന്നേ. ഇനി നമുക്ക് ഇതൊന്ന് കൊട്ടാം. ഇത് വറുത്ത് പൊടിച്ച ചക്കക്കുരുവാണ്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടി ചൂടായ നമുക്കിതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്താ, നമുക്കിനി ഒരു 50 ഗ്രാം കടല ഇതിലിടാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അരമുറി തേങ്ങയാണ്, ഇതിട്ട് കൊടുക്കാം. കടല ഒന്ന് ചൂടായി. കടല ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് തേങ്ങ നമുക്കൊന്ന് ഈ നെയ്യിലിട്ട് ചൂടാക്കി എടുക്കാം. ഇതൊന്നൊരു ചെറിയ ബ്രൗൺ കളർ ആവുമ്പോഴേ ഈ നമ്മൾ ചക്കക്കുരു പൊടിച്ചത് ഇതിലിട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി ചൂടാക്കുക. ഈ ശർക്കര ഇനി ഇതിലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇത് വല്ലാതെ അലിയിക്കരുത്. ശർക്കര മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ.
ഇനി ഇത് ഒക്കെ മിക്സായി നല്ല ഒന്ന് ചൂടായി വന്നു. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കിനി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചക്കക്കുരു പൊടിച്ച മിക്സിയിൽ തന്നെ നമുക്ക് ഇത് കൂടിയിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടിപ്പിച്ചു കൊണ്ടുവന്ന് നമുക്കിനി ഇത് ഈ പാത്രത്തിലേക്ക് കൊട്ടാം. വല്ലാതെ പൊടിയണ്ട കേട്ടോ. പൊടിഞ്ഞാൽ പിന്നെ കടിക്കാനൊന്നും ഉണ്ടാവില്ല. നമുക്കിനി ഇത് ചെറിയ ഉരുളയായിട്ട് ഉണ്ടയാക്കി എടുക്കാം. ഇത് മതി. നല്ല അങ്ങനെ മുറുക്കി പിടിക്കുക. ചെറിയ ചൂടിൽ ഉരുട്ടിയാലേ നല്ല ഉണ്ടയായി വരും. ഇത് ചെറിയ ചൂടുണ്ട്. നമ്മുടെ ചക്കക്കുരു ഉണ്ട റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.